സമയം രാത്രി 8 മണി കഴിഞ്ഞിട്ടും കശ്യപ് മടങ്ങി വന്നിരുന്നില്ല. പകലൊന്നും ഒന്നും കഴിക്കാതിരുന്നത് കൊണ്ട് തന്നെ അപ്പോഴേക്ക് നന്നായി വിശന്നു തുടങ്ങിയിരുന്ന നിത പതിയെ ഒന്ന് ഫ്രഷായി വന്ന് കല്യാണി ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഭക്ഷണം കുറച്ചെടുത്ത് കഴിച്ചിട്ട് ഹാളിലെ സോഫയിലേക്ക് കിടന്നു. ഉറങ്ങരുതെന്ന് മനസ്സെത്ര വാശി പിടിച്ചിട്ടും തലച്ചോറതനുസരിക്കാൻ കൂട്ടാക്കാത്തതുപോലെ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ഈ സമയം മറ്റൊരിടത്ത് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ചാരിയിരിക്കുകയാണ് കശ്യപ്. അവന്റെ വലം കൈയിൽ ഒരു ആലിലത്താലി കൊരുത്ത സ്വർണ്ണമാലയും ഇടം കൈയിൽ ഒരു ബിയർ ബോട്ടിലും ഉണ്ടായിരുന്നു. ഒരിക്കൽ ആഗ്രഹം തോന്നിയിട്ടും നിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാ നിന്നെ ഞാൻ. പക്ഷേ ഇന്ന് ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്നിൽ നിന്ന് നിനക്കൊരു മടങ്ങിപ്പോക്കില്ലെന്നതാ. ആ താലിയിലേക്ക് തന്നെ നോക്കിയിരുന്നുകൊണ്ട് കശ്യപ് മന്ത്രിച്ചു. ശേഷം കയ്യിലിരുന്ന ബിയർ ബോട്ടിൽ ചുണ്ടോട് ചേർത്തു. പക്ഷേ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവനത് പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് താലിമാല പോക്കറ്റിലേക്ക് ഇട്ടിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. കശ്യപ് ഫ്ലാറ്റിലെത്തി ഡോർ തുറന്ന അകത്തേക്ക് കയറുമ്പോൾ ഹാളിലെ സോഫയിൽ കിടന്ന് ഗാഢനിദ്രയിലായിരുന്നു നിതാര. ഡോർ അടച്ച് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ കാരണം പോലും അറിയാത്തൊരു വേദന തിങ്ങി നിറഞ്ഞിരുന്നു അവന്റെ നെഞ്ചകം നിറയെ. അവളുടെ മുഖത്തേക്ക് തന്നെ അല്പനേരം നോക്കി നിന്നിട്ട് പെട്ടെന്നുണ്ടായ ഒരു ഉൾപ്രേരണയിൽ അവളുടെ നെറ്റിയിലൊന്ന് തലോടാനായി അവൻ കൈ ഉയർത്തിയതും നിത ഞെട്ടി ഉണർന്നതും ഒരുമിച്ചായിരുന്നു. എന്താ? കിടന്ന കിടപ്പിൽ നിന്നും ചാടി എണീറ്റുകൊണ്ട് ചോദിക്കുന്നവളെ കാണെ അവന്റെ മുഖം പെട്ടെന്ന് മാറി. അവിടെ ഒരു കുസൃതിച്ചിരി സ്ഥാനം പിടിച്ചു. സ്വയം എനിക്ക് കാഴ്ചവെച്ച് അച്ഛനെ രക്ഷിക്കാൻ തീരുമാനിച്ചു വന്ന നിതാര വിശ്വനാഥന് പേടിയോ? അല്ല, ഇനിയിപ്പോൾ പേടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഈ ഫ്ലാറ്റിൽ കാല് കുത്തിയ നിമിഷം മുതൽ നീ എന്റേതാണ്. അതുകൊണ്ട് ഈ ഞെട്ടലും പേടിയൊന്നും വേണ്ട. എനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നതൊക്കെ ഈ ശരീരത്തിൽ ഞാൻ ചെയ്യും. അവനത് പറഞ്ഞതും അവളുടെ ഭാവം മാറി. അതുവരെ കനൽ പോലെ ജ്വലിച്ചു നിന്നിരുന്ന പെണ്ണിന്റെ കണ്ണുകളിൽ വേദന തിങ്ങി നിറഞ്ഞു. അവൾ ദയനീയമായി അവനെ നോക്കി. ഞാനത് മറന്നു. സോറി. എന്താണെന്ന് വെച്ചാൽ ഒന്ന് പെട്ടെന്നായാൽ ഉപകാരമായിരുന്നു. എല്ലാം കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകാമായിരുന്നു. തല കുനിച്ചു നിന്ന് ഇടറിയ സ്വരത്തിൽ പറയുന്നവളെ നോക്കി നിൽക്കുമ്പോൾ കശ്യപിന്റെ നെഞ്ചു നൊന്തു. ആരോടൊക്കെയുള്ള പകയിൽ അവന്റെ ഉള്ളു നീറി. അങ്ങനെയങ്ങ് ധൃതി കൂട്ടിയാൽ പറ്റുമോ? നിന്നെ എനിക്ക് വേണം, പൂർണ്ണമായി തന്നെ. പക്ഷേ അതിങ്ങനൊരു നിസ്സഹായാവസ്ഥയിലല്ല. പകരം ഈ നെഞ്ചിൽ എന്റെ താലി ചേർന്ന് കിടക്കുമ്പോൾ. അപ്പോൾ വേണം നിതാരയെ കശ്യപിന് സ്വന്തമാക്കുവാൻ. വാട്ട്? അമ്പരപ്പാൽ വികസിച്ചുപോയ കണ്ണുകളാൽ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു പോയി. പക്ഷേ അപ്പോഴേക്കും പോക്കറ്റിൽ കിടന്നിരുന്ന താലിമാലയെടുത്ത് അവളുടെ മാറിലേക്ക് ചാർത്തി അതിന്റെ കൊളുത്തും മുറുക്കിക്കഴിഞ്ഞിരുന്നു കശ്യപ്. ഒരു നിമിഷത്തെ പകപ്പൊന്നടങ്ങിയത് നിതയുടെ കണ്ണുകൾ കലങ്ങി ഒഴുകി. എന്താ താൻ ഈ കാണിച്ചത്? എന്തിനാ എന്നോടിങ്ങനെ ചെയ്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിന്റെ കോളർ അള്ളിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നവളെ നോക്കി നിൽക്കുമ്പോൾ കശ്യപ് അറിയുന്നുണ്ടായിരുന്നു തന്റെ പ്രവൃത്തി അവളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ആ നേരത്ത് അവളെ ചേർത്ത് നിർത്താൻ അതല്ലാതെ മറ്റൊരു മാർഗവും അവന് മുന്നിലുണ്ടായിരുന്നില്ല. ചുമ്മാ കിടന്നങ്ങ് തിളക്കല്ലേ മോളെ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നിന്നെ ഞാൻ സ്വന്തമാക്കണമെങ്കിൽ നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി ഉണ്ടാവണമെന്ന്. അതല്ലേ ഞാനിപ്പോ ചെയ്തതും. എന്നിട്ടും എന്തിനാടി ഇങ്ങനെ കിടന്ന് ഓവർ റിയാക്ട് ചെയ്ത് കുളമാക്കുന്നത്? ഒരു കൂസലില്ലാതെ ചോദിക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അത് എന്റെ അച്ഛനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ആവശ്യം നടത്തി തരാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം നിങ്ങൾക്കെന്നെ എന്തും ചെയ്യാമെന്നോ നിങ്ങളുടെ പേരിലുള്ള ഒരു കൊലക്കയർ എന്റെ കഴുത്തിലേക്ക് ഇട്ട് തരാമെന്നോ അല്ല. വീറോടെ പറയുന്നവളെ കണ്ട് അവന് ശരിക്കും പാവം തോന്നിപ്പോയിരുന്നു. ഇനിയിപ്പോ ഏതായാലും ചെയ്തു പോയില്ലേ, അതുകൊണ്ട് തൽക്കാലം എന്റെ മോള് വാ, നമുക്ക് കാര്യങ്ങളിലോട്ട് കടക്കാം. ഒരു വല്ലാത്ത ഭാവത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കശ്യപ് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? ഇത്ര പെട്ടെന്ന് മറന്നോ? നീ പറഞ്ഞ കാര്യം തന്നെ. നിതാര വിശ്വനാഥൻ ഈ കശ്യപ് മഹാദേവന് സ്വന്തമാകുന്ന കാര്യം. ഞാൻ പറഞ്ഞതുപോലെ എന്റെ താലി നിന്റെ കഴുത്തിൽ വീണു കഴിഞ്ഞു. ഇനി നിന്റെ വാക്ക് നീയും പാലിച്ചു കാണിക്കും നിതാര. ഒരു വിജയച്ചിരിയോടെ പറഞ്ഞവനെ നോക്കി മുഖം താഴ്ത്തവേ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. എനിക്ക് സമ്മതമാ. എങ്ങനെയൊക്കെയോ അവളത് പറഞ്ഞൊപ്പിച്ചു. ദാറ്റ്സ് മൈ ഗേൾ. അപ്പോ വാ, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. കരഞ്ഞു കലങ്ങി നിൽക്കുന്ന പെണ്ണിന്റെ തോളിൽ കൂടി കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് നടക്കുമ്പോൾ ഭയം കൊണ്ട് അവളുടെ ഉടൽ പോലും വിറയ്ക്കുന്നുണ്ടെന്ന് കശ്യപ് ഓർത്തു. ഒരു നിമിഷം അവളോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് പോലും ചിന്തിച്ചു പോയെങ്കിലും അതൊന്നും അവൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നറിയാവുന്നത് കൊണ്ട് മാത്രം അവനതിൽ നിന്ന് പിന്മാറി. പൊന്നുമോൾ ഇവിടെ ഇരിക്ക്. വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിക്കോ. അപ്പോഴേക്കും ചേട്ടനിങ്ങ് വരാം. അവളെ ബെഡിലേക്ക് കൊണ്ടുവരുത്തി ഒരു കുസൃതിച്ചിരിയോടെ പറഞ്ഞിട്ട് അവൻ പതിയെ മുറിക്ക് പുറത്തേക്ക് പോയി. അടുത്ത മുറിയിലെ കബോർഡിൽ നിന്ന് സ്ലീപ്പിംഗ് പിൽസും എടുത്ത് കിച്ചണിലേക്ക് നടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു.
ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് കാച്ചി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരു പില്ലിൻ്റെ പകുതി പൊട്ടിച്ചിട്ട് നന്നായി ഇളക്കിയെടുത്തു. നിനക്കിപ്പോൾ വേണ്ടത് നല്ല ഉറക്കമാണിതാ. എന്നെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ഭാരവും മനസ്സിൽ പേറി കിടന്നാൽ നിനക്കത് കിട്ടില്ല. അതുകൊണ്ടാ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. ക്ഷമിച്ചേക്ക് പെണ്ണെ എന്നോട്. പാൽ ഗ്ലാസുമായി മുറിയിലേക്ക് നടക്കുമ്പോൾ അവൻ മനസ്സുകൊണ്ട് ആ പെണ്ണിനോട് മാപ്പ് ചോദിക്കുകയായിരുന്നു. കശ്യപ് മുറിയിലെത്തുമ്പോൾ നിത ഫ്രഷായി പുറത്തേക്ക് വന്നിരുന്നു. ആ, ഫ്രഷായോ? പുഞ്ചിരിയോടെ അവൻ ചോദിച്ചെങ്കിലും നിതയതിന് മറുപടിയൊന്നും പറയാതെ ബെഡിലേക്ക് വന്നിരുന്നു. ദാ കുടിക്ക്. തൊട്ടു മുന്നിൽ വന്നു നിന്ന് പാൽ ഗ്ലാസ് നീട്ടി പറഞ്ഞവനെ അവൾ കൂർപ്പിച്ചു നോക്കി. എനിക്ക് വേണ്ട. അയ്യോ, ഇത് സ്നേഹം കൊണ്ട് തന്നതൊന്നുമല്ല. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലയോ? അപ്പം മോള് തളർന്നു പോകണ്ടെന്ന് വിചാരിച്ചു തന്നതാ. ഞാൻ നല്ല ഫോമിൽ വരുമ്പോഴേക്കും നീ ഇടയ്ക്ക് വെച്ച് അയ്യോ കശ്യപേട്ട വയ്യ മതിയെന്നൊക്കെ വിളിച്ചു കൂവിയാൽ എൻ്റെ മൂഡ് മൊത്തം പോകും. അതുകൊണ്ടാ കുറച്ച് എനർജി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പാലും കൊണ്ടുവന്നത്. ഛേ! അവൻ്റെ സംസാരം കേട്ട് അറപ്പും വെറുപ്പും തോന്നിപ്പോയ നിത ദേഷ്യത്തിൽ മുഖം വെട്ടിച്ച് തിരിഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തു. മതിയോ? പാല് കുടിച്ച് ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു. തൽക്കാലം മതി. ഇനി കിടന്നോ. ചേട്ടനൊന്ന് ഫ്രഷായി വരാം. എന്നിട്ട് ബാക്കി എനിക്ക് വേണ്ടതും കൂടി ഞാനെടുത്തോളാം. ചിരിയോടെ പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറുന്നവനെ വല്ലാത്ത വെറുപ്പോടെയായിരുന്നു നിത നോക്കിയത്. ബാത്റൂമിലേക്ക് കയറിയ കശ്യപ് സമയമെടുത്ത് തന്നെ ഫ്രഷായി ഇറങ്ങിയത്. അവൻ പുറത്തേക്ക് വരുമ്പോൾ ബെഡിൻ്റെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ഉറങ്ങിപ്പോയിരുന്നു നിത. അവളുടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ കശ്യപിന് അവളോട് വല്ലാത്തൊരു വാത്സല്യമായിരുന്നു തോന്നിയത്. കുറച്ചു സമയം അവളെ അങ്ങനെ നോക്കി നിന്ന ശേഷം അവൻ പതിയെ ചെന്ന് അവളെ കോരിയെടുത്ത് ബെഡിൽ നേരെ കിടത്തി. അപ്പോഴേക്കും അതൊന്നും അറിയാതെ ഗാഢനിദ്രയിലാണ്ട് കിടക്കുന്നവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ഒരു പെണ്ണിൻ്റെ നിസ്സഹായത പോലും ചൂഷണം ചെയ്തുകൊണ്ടവളെ സ്വന്തമാക്കാനും മാത്രം അധപ്പതിച്ചു പോയിട്ടില്ല നിത ഈ കശ്യപ് മഹാദേവൻ. അതുമാത്രമല്ല, എന്നോ എൻ്റെ പ്രാണനായവളാണ് നീ. ഇപ്പോൾ എൻ്റെ താലിയുടെ അവകാശിയും. ആ നിന്നെ നീ മനസ്സറിഞ്ഞ് തരുമ്പോഴല്ലാതെ നിന്റെ ഉടലിൽ മറ്റൊരർത്ഥത്തിൽ ഞാൻ സ്പർശിക്കില്ല നിതാ. അവളുടെ നെറ്റിയിലേക്ക് വീണുകിടന്ന കുഞ്ഞളകങ്ങളെ മാടി ഒതുക്കി അവളുടെ ഇരു കവിളിലും ചുംബിച്ചുകൊണ്ട് ആ ഉടലിനെ ഇറുക്കെ പുണർന്ന് കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തിവെച്ച് അവനും കിടന്നു. അപ്പോഴെല്ലാം അവൻ്റെ ചിന്തകൾ നിതയെ ഇവിടെ കൊണ്ടാക്കിയിട്ട് അവളുടെ അച്ഛൻ വിശ്വനാഥിനെ കാണാൻ പോയതിനെക്കുറിച്ചും അവിടെ വെച്ച് അയാളുമായി ഉണ്ടായ സംസാരങ്ങളെക്കുറിച്ചും മാത്രമായിരുന്നു. സാർ, ഒരു വിസിറ്റർ ഉണ്ട്. റിസപ്ഷനിലെ പെൺകുട്ടി വിശ്വനാഥിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു പറഞ്ഞു. വരാൻ പറയൂ. ഒന്ന് ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു. ഓക്കെ, ചെന്നോളൂ സാർ. ഫസ്റ്റ് ഫ്ലോറിൽ 3rd റൂം. അവളെ നോക്കിയൊന്ന് മൂളിയിട്ട് കശ്യപ് ലിഫ്റ്റിലേക്ക് കയറി. നിമിഷങ്ങൾക്കുള്ളിൽ ഡോറിൽ മുത്തുന്നത് കേട്ട് വിശ്വനാഥൻ ചെയറിലൊന്ന് നേരെ ഇരുന്നിട്ട് അകത്തേക്ക് വരാനുള്ള അനുവാദം കൊടുത്തു. പക്ഷേ അകത്തേക്ക് കയറി വന്ന ആളെ കണ്ടതും അതുവരെ അയാളുടെ മുഖത്തുണ്ടായിരുന്ന ഗർവെല്ലാം എങ്ങോ പോയി മറഞ്ഞു. കശ്യപ്? അതേടാ കോപ്പേ, കശ്യപ് തന്നെയാ. ഞാൻ എപ്പോഴാടാ നീ തരാനുള്ള കാശിന് പകരം നിന്റെ മോളെ മതിയെന്ന് നിന്നോട് പറഞ്ഞത്? ചോദിച്ചതും അകത്തേക്ക് പാഞ്ഞു വന്ന കശ്യപ് വലത് കാലുയർത്തി വിശ്വനാഥിൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയിരുന്നു. അയാളൊരു നിലവിളിയോടെ കസേരയ്ക്കൊപ്പം പിന്നിലേക്ക് മറിഞ്ഞു വീണു. അപ്പോഴേക്കും പാഞ്ഞു വന്ന കശ്യപ് അയാളെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് ഉയർത്തി നിർത്തി കവിളിൽ ആഞ്ഞൊരടി കൂടി കൊടുത്തിരുന്നു. പറയടാ, നീ എപ്പോഴാ എനിക്ക് തരാനുള്ള കാശ് തിരിച്ചു തന്നത്? അത് തന്നിട്ടും ഞാൻ നിന്റെ മോളുടെ ശരീരത്തിന് വിലയിട്ടോ? പറയടാ. ദേഷ്യം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ അലറുകയായിരുന്നു കശ്യപ്. പറയടാ പുല്ലേ, എന്താ ഉണ്ടായത്? എൻ്റെ വീട്ടിൽ കയറി വന്ന് അവൾ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥമെന്താ? കശ്യപ്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനെല്ലാം പറയാം. അത് അന്ന് നീ അവിടെ വന്ന് പറഞ്ഞില്ലേ, ഒന്നുകിൽ വാങ്ങിയ പൈസ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കുമെന്ന്. അന്ന് ആ പൈസ തിരിച്ചു തരാൻ ഒരു വഴിയുമില്ലല്ലോ എന്നോർത്തിട്ട് ഞാനാകെ ടെൻഷനിലായിരുന്നു വീട്ടിലെത്തിയത്. അപ്പോഴത്തെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് കാര്യം എന്താണെന്ന് അവൾ ചോദിച്ചു. ഒടുവിൽ നീ വന്നതും പറഞ്ഞതുമൊക്കെ എനിക്ക് അവളോട് പറയേണ്ടി വന്നു. പക്ഷേ കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ കാശ് വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവളും എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. അതെന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. അങ്ങനെയാ ഞാൻ പൈസ തിരിച്ചു തന്നു. എന്നിട്ടും അവളെ വേണമെന്ന് പറഞ്ഞ് നീ എന്നെ ടോർച്ചർ ചെയ്യുവാന്ന് പറഞ്ഞത്. കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞ വിശ്വനാഥിൻ്റെ മുഖത്തേക്ക് വീണ്ടും കൈവീശി അടിച്ചുകൊണ്ടായിരുന്നു കശ്യപ് അയാൾക്കുള്ള മറുപടി കൊടുത്തത്. നീ ഒരു തന്തയാണോടാ? സ്വന്തം മകളുടെ ശരീരത്തിന് പോലും ബിസിനസ് കണ്ണോടെ നോക്കുന്ന നിന്നെയൊക്കെ. നിതാര എൻ്റെ മോളല്ല കശ്യപ്. പക്ഷേ എന്നിട്ടും ഞാനതൊന്നും അവളെ അറിയിച്ചിട്ടില്ല. എന്നാലും എത്രയൊക്കെ അവൾക്കും നാട്ടുകാർക്കും മുന്നിൽ ഞാൻ അഭിനയിച്ചാലും സ്വന്തം കുഞ്ഞായ അവളെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. കശ്യപിൻ്റെ വാക്കുകളെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി വിശ്വനാഥൻ പറഞ്ഞത് കേട്ടതും അയാളിലുള്ള അവൻ്റെ പിടുത്തമയഞ്ഞു. മനസ്സിലായില്ല? മനസ്സിലാവില്ല. നിനക്കെന്നല്ല, പുറത്തുനിന്ന് വിശ്വനാഥിൻ്റെ കുടുംബത്തിലേക്ക് നോക്കുന്ന ഒരാൾക്കും മനസ്സിലാവില്ല.
എൻ്റെ നെഞ്ചിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന നെരിപ്പോട്. നിതാരയെ പ്രസവിച്ചത് എൻ്റെ ഭാര്യ സുജ തന്നെയാണ്. പക്ഷേ അവൾ ജന്മം കൊണ്ടത് എൻ്റെ ബീജത്തിൽ നിന്നുമല്ല. സുജയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പ്രണയമുണ്ടായിരുന്നു. അതിൽ നിന്ന് അവളെ തിരികെ പിടിക്കാൻ വേണ്ടിയായിരുന്നു എല്ലാം മറച്ചുവെച്ച് തിടുക്കപ്പെട്ട് അവളെ എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ സുജ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷേ അവളും എന്നെ ചതിക്കുമായിരുന്നെന്നറിയാൻ എനിക്ക് പിന്നെയും 1 മാസം കാത്തിരിക്കേണ്ടി വന്നു. പരസ്പരം സ്നേഹിച്ചതല്ലാതെ മറ്റൊരു ബന്ധവും അവനുമായി അവൾക്കില്ല എന്നായിരുന്നു അവൾ എന്നോട് പറഞ്ഞത്. പക്ഷേ വിവാഹം കഴിഞ്ഞ് പിറ്റേ മാസം തന്നെ അവൾ ഗർഭിണിയായപ്പോഴാണ് അവൾ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നെന്നും വയറ്റിൽ മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെയും പേറിക്കൊണ്ടാണ് അവൾ എൻ്റെ ഭാര്യയായതെന്നും ഞാൻ അറിഞ്ഞത്. സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു. സമൂഹത്തിന് മുന്നിൽ ഞാനെന്ന പുരുഷൻ നേരിടാൻ പോകുന്ന അപമാനവും സുജയുടെ പേരിലുള്ള കണക്കറ്റ സ്വത്തുക്കളുമൊക്കെ ഓർത്തപ്പോൾ ഞാനെല്ലാം സഹിച്ചു. അവൾ പ്രസവിച്ച കുഞ്ഞിനെ കഴിഞ്ഞ 24 വർഷം ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞായി വളർത്തി. പക്ഷേ മനസ്സുകൊണ്ട് ഞാനവളെ അംഗീകരിക്കില്ല കശ്യപ്. അതുകൊണ്ട് തന്നെ നിതാരയുടെ നൊമ്പരങ്ങളൊന്നും ഒരച്ഛനെന്ന നിലയിൽ എന്നെ വേദനിപ്പിക്കില്ല. കാരണം അവൾ എൻ്റെ ഭാര്യയുടെ ജാരസന്തതി മാത്രമാണ്. പകയോ പുച്ഛമോ ഒക്കെ ചേർന്ന ഭാവത്തിൽ പറയുന്ന അയാളെ വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു കശ്യപ് നോക്കിയത്. പക്ഷേ ഒരേ സമയം അവൻ അയാളോട് വെറുപ്പും ചതിക്കപ്പെട്ടവനോടുള്ള സഹതാപവും തോന്നി. അതുവരെ തൻ്റെ കുടലിൽ കുത്തിപ്പിടിച്ചിരുന്ന അവൻ്റെ പിടുത്തമയയുന്നത് വിശ്വനാഥൻ അറിഞ്ഞു. നിതാര എൻ്റെ ഫ്ലാറ്റിലുണ്ട്. ഇന്നീ നിമിഷം മുതൽ താനുമായി അവൾക്കൊരു ബന്ധവുമില്ല. ഇനി മുതൽ അവൾ എൻ്റെ പെണ്ണാണ്. ഈ കശ്യപ് മഹാദേവൻ്റെ പെണ്ണ്. ആ അവളുടെ മേൽ ഇനി ഏത് അവകാശത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും തൻ്റെ നിഴൽ പോലും പതിയാൻ പാടില്ല. പിന്നെ താൻ എനിക്ക് തരാനുള്ള പണം അത് താൻ തരണ്ട. എൻ്റെ പെണ്ണിനെ 24 വർഷം നോക്കി വളർത്തിയതിൻ്റെ കൂലിയായി അത് താൻ തന്നെ വെച്ചോ. അപ്പോൾ പറഞ്ഞതൊക്കെ മറക്കണ്ട. മറന്നാൽ അറിയാമല്ലോ എന്നെ. അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി ഒരവസാന മുന്നറിയിപ്പ് പോലെ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എങ്ങനെയായാലും അവന് കൊടുക്കാനുള്ള ആ വലിയ കടത്തിൽ നിന്ന് താൻ മുക്തനായി എന്ന സമാധാനത്തിൽ വിശ്വനാഥൻ ചെയറിലേക്ക് ചെന്നിരുന്നു. പക്ഷേ അപ്പോഴും തൻ്റെ ഓഫീസിൽ കയറി വന്ന് തന്നെ കൈവച്ച് കശ്യപിനോടുള്ള പക അയാളുടെ ഉള്ളം നീറിപ്പുകഞ്ഞു. ഉറക്കത്തിനിടയ്ക്ക് എപ്പോഴോ നിതയൊന്ന് ഞരങ്ങിയപ്പോഴായിരുന്നു ഓരോന്നോർത്ത് കിടന്നിരുന്ന കശ്യപ് അവളെ നോക്കിയത്. ഉള്ളിൽ ചെന്ന ഉറക്കഗുളികയുടെ എഫക്റ്റ് കൊണ്ട് അവളെപ്പോഴും ആഴമേറിയ നിദ്രയിൽ അമർന്ന് കിടക്കുക തന്നെയായിരുന്നു. അവളുടെ കിടപ്പ് കണ്ടപ്പോൾ അവനാ പെണ്ണിനോട് വല്ലാത്ത അലിവ് തോന്നിപ്പോയി. ആ മുഖത്തേക്ക് നോക്കി കിടന്നുകൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ആരൊക്കെ നിന്നെ കളഞ്ഞാലും നിനക്കെന്നും ഞാനുണ്ടാകുന്നിതാ. ഈ കശ്യപ് മഹാദേവന്റെ അവസാന ഹൃദയമെടുപ്പ് വരെ ഞാൻ നിന്നെ ഇങ്ങനെ ഈ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഹൃദയം കൊണ്ടവൾക്ക് വാഗ്ദാനം കൊടുത്തുകൊണ്ട് അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നുകൊണ്ട് അവനും കണ്ണുകളടച്ചു. രാവിലെ കശ്യപ് ഉണരുമ്പോഴും നിത നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. അവളുടെ കിടപ്പ് കണ്ട് അവളെ ഉണർത്താതെ തന്നെ ആ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചിട്ട് അവൻ പതിയെ എണീറ്റ് ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു. അതിനുശേഷം കിച്ചണിൽ കയറി രണ്ടാൾക്കുള്ള കോഫിയും ഉണ്ടാക്കി അവൻ റൂമിലേക്ക് തിരികെ വന്നിട്ടും അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നില്ല. നിത, നിത. അവൾക്കരികിലേക്കിരുന്ന് കവിളിൽ തട്ടി അവൻ പതിയെ വിളിച്ചു. എണീറ്റേ, എന്തൊരുറക്കമായത്. എനിക്ക് ഓഫീസിൽ പോണ്ടേ, എണീക്ക്. ഒന്നും മൂളിയിട്ട് തിരിഞ്ഞിടക്കാൻ തുടങ്ങിയോളെ ബലമായി നേരെ കിടത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. നിനക്ക് പോണേ നീ പോ, ഞാൻ ഉറങ്ങട്ടെ. ഉറക്കത്തിൽ അവൾ പേർക്കുന്നത് കേട്ട് കശ്യപ് ചിരിച്ചു പോയിരുന്നു. ദേ പെണ്ണെ, കൊഞ്ചാതങ്ങോട്ട് എണീറ്റോ. അവൻ വീണ്ടും അവളെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നായിരുന്നു നിതയിൽ ഞെട്ടലോടെ ചാടി എണീറ്റത്. എന്താടോ താനിവിടെ ചെയ്യുന്നത്. പെട്ടെന്ന് അവനെ തൊട്ടടുത്ത് കണ്ടതും പിന്നിൽ കൈകുത്തി അവനിൽ നിന്നും നിരങ്ങി നീങ്ങിയിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു. ഓ, എനർജി കൂട്ടാൻ പാലൊക്കെ കുടിപ്പിച്ചിരുത്തിയിട്ട് ഏതാണ്ടൊക്കെ സ്വപ്നം കണ്ട് കാവടി തുള്ളി കുളിക്കാൻ പോയതാ ഞാൻ. പക്ഷേ എനിക്ക് യോഗമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും നീ കിടന്ന് ബോധം കെട്ടുറങ്ങി കളഞ്ഞില്ലേ. വിളിച്ചിട്ടാണെങ്കിൽ ആന കുത്തിയാൽ അറിയുന്നില്ലെന്ന മട്ട്. എന്തോ നഷ്ടബോധം അഭിനയിച്ചുകൊണ്ടുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അമ്പരന്നിരിക്കുകയാണ് നിത. ആ, അതൊക്കെ പോട്ടെ. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ, നമുക്ക് ശരിയാക്കാം. തൽക്കാലം എൻ്റെ ഭാര്യ ഈ കോഫി കുടിക്ക്. അവളുടെ ഇരിപ്പും നോട്ടവും കൊണ്ട് ചിരി വന്നെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ കശ്യപ് ടേബിളിൽ കൊണ്ടുവച്ചിരുന്ന കോഫി മഗ്ഗെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ തൻ്റെ ഭാര്യയൊന്നുമല്ല. അല്ലേ? അല്ല. അപ്പോൾ ഈ കടുത്ത് കിടക്കുന്നത് എന്തുവാ. അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ നേരിയൊരു ദേഷ്യം പോലെ തോന്നിയതും അവൻ പിരികം ചുളിച്ച് അവളുടെ കഴുത്തിൽ കിടന്ന താലി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് താൻ പ്രേമം കൊണ്ട് കെട്ടിയതൊന്നുമല്ലല്ലോ. തൻ്റെ കാര്യം കഴിഞ്ഞാൽ ഇതും അഴിച്ചു കളഞ്ഞ് ഞാൻ പോവില്ലേ. അവിടെ തീരും ഈ ഭാര്യയും ഭർത്താവുമൊക്കെ. ഉച്ചഭാവത്തിൽ മുഖം കോട്ടിയവനെ നോക്കിക്കൊണ്ട് പറഞ്ഞവളെ നോക്കിയിരിക്കാൻ കശ്യപിന് നെഞ്ചിലെവിടെയോ ഒരു വിങ്ങല് പോലെ തോന്നി. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ എണീറ്റ് പുറത്തേക്ക് പോയി. അവൻ പോയത് നിത കോഫിയുമായി ബാൽക്കണിയിലേക്ക് പോയിരുന്നു.
പിന്നീട് കശ്യപ് ഓഫീസിലേക്ക് പോകാൻ നേരമായിരുന്നു അവൾ തിരികെ റൂമിലേക്ക് വന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്ക്. ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും ഉള്ളതൊക്കെ കല്യാണി ചേച്ചി വന്നിട്ടുണ്ടാക്കും. ഞാൻ ഇറങ്ങുക. മുഖത്ത് നോക്കാതെ പറഞ്ഞിട്ട് തന്റെ ഓഫീസ് ബാഗും ഫോണും കാറിന്റെ കീയും എടുത്ത് പുറത്തേക്ക് പോകാൻ തിരിഞ്ഞവന്റെ മുന്നിലേക്ക് നിത കയറി നിന്നു. അപ്പോഴത്തെ അവളുടെ ഭാവം കണ്ട് അവൻ പിരികം ചുളിച്ച് അവളെ നോക്കി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? മനസ്സിലായില്ല. ഒരടിമയെ പോലെ എന്നെ എന്നും ഇങ്ങനെ ഇവിടെ തന്നെ തളച്ചിടാമെന്നാണോ നിങ്ങൾ വിചാരിച്ചു വച്ചേക്കുന്നതെന്ന്? ആണെങ്കിൽ അത് നടക്കില്ല. നിങ്ങൾ എന്നിൽ നിന്ന് മോഹിച്ചതെന്തോ അത് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചിട്ട് ഒരു നിമിഷം മുന്നേ തൻ്റെ അടുത്തുനിന്ന് പോകണമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖഭാവത്തോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി കശ്യപ് വെറുതെ ഒന്ന് ചിരിച്ചു. ഇതൊക്കെ നിന്റെ മാത്രം തീരുമാനമല്ലേ നിത? പക്ഷേ എൻ്റെ തീരുമാനം അതൊന്നുമല്ലെങ്കിലോ? തന്നിലേക്ക് തന്നെ ചേർന്ന് നിന്നുകൊണ്ടുള്ള അവൻ്റെ ചോദ്യം അവളെ വല്ലാതെ പരിഭ്രാന്തിയാക്കിയെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു അവളുടെ അപ്പോഴത്തെ ഭാവം. പിന്നെ നിന്നെ ഞാൻ മോഹിച്ചത് അങ്ങനെ ഒറ്റയടിക്ക് മോഹം തീർത്തങ്ങ് സ്വതന്ത്രയാക്കാൻ വേണ്ടിയല്ല നിതാര വിശ്വനാഥ. സോറി, ഇനി അതല്ലല്ലോ പേര്. നിതാര കശ്യപിനോടുള്ള എൻ്റെ മോഹം അങ്ങനെ ഒരു രാത്രി കൊണ്ടൊന്നും മതിയാവുന്നതൊന്നുമല്ല. നിന്നെ എനിക്ക് വേണം നിത. ഒരു തവണത്തേക്കോ ഒരു രാത്രിയിലത്തേക്കോ മാത്രമല്ല, എനിക്ക് മടുക്കും വരെ. അതുവരെ നീ എൻ്റെ ഒപ്പം തന്നെ കാണും. അതിനുവേണ്ടി തന്നെയാ നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കൊലക്കയറ് ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയത്. അവൻ്റെ ഓരോ വാക്കുകളും ആ പെണ്ണിലൊരു പ്രകമ്പനം തന്നെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അത്രമേൽ അവളെ നിസ്സഹായതയോടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞിരുന്നു അവൻ്റെ ആ വാക്കുകൾ. ചതിക്കുമായിരുന്നല്ലേ? എങ്ങനെ വേണമെങ്കിലും കരുതാം. പക്ഷേ നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് മാത്രമാണ്. അപ്പോൾ ശരി, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ ഇരുന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. ഞാൻ ഇറങ്ങുക. ഒരു ശില പോലെ നിൽക്കുന്നവളുടെ കവിളിൽ അമർത്തി ഒന്ന് ചുംബിച്ചിട്ട് അവൻ മുന്നോട്ട് നടക്കാനാണ്. പക്ഷേ ഞൊടിയിട കൊണ്ട് വീണ്ടും അവൻ്റെ വഴിയിലൂടെ തടസ്സമായി അവൾ കയറി നിന്നു. ഇനിയും എന്താ എൻ്റെ ഭാര്യയ്ക്ക് അറിയാനുള്ളത്? മുഖത്തെ പുഞ്ചിരി മായാതെ തന്നെ അവൻ ചോദിച്ചു. ഇനി അറിയാനല്ല, പറയാനാ ഉള്ളത്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. പക്ഷേ അവസരം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇന്നൊരു ദിവസം മാത്രം സമയമുണ്ട്. നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ നിതാര വിശ്വനാഥൻ താൻ കെട്ടിയ ഈ കൊലക്കയറും പൊട്ടിച്ചെറിഞ്ഞ് ഈ പടിയിറങ്ങിയിരിക്കും. അത് തടയാൻ കശ്യപ് മഹാദേവിന്റെ ഈ കൊലക്കയറിന് ബലം പോരാതെ വരും. തന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്ന് ദൃഢസ്വരത്തിൽ പറയുന്നവളെ നോക്കി നിൽക്കുമ്പോൾ കശ്യപ് ഒരു നിമിഷത്തേക്കൊന്ന് പതറിപ്പോയെങ്കിലും പതിയെ അതിൽ നിന്നും മുക്തി നേടി അവൻ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. പിന്നെ അവളുടെ അരക്കെട്ടിലൂടെ കൈ ചുറ്റി അവളെ തന്നോട് ചേർത്ത് നിർത്തി. ശരിയാ, നിന്നെ തടയാൻ എൻ്റെ ഈ കൊലക്കയറിന്റെ ബലം പോരാ. പക്ഷേ നീയായിട്ട് തന്നെ ഓർപ്പിച്ച സ്ഥിതിക്ക് നിന്നെ ഞാൻ ഉദ്ദേശിച്ചെടുത്ത് തന്നെ ഞാൻ തളച്ചിരിക്കും. നിതാര കശ്യപ് സ്വപ്നം പോലും കാണാത്ത വഴിയിലൂടെ തന്നെ. കാത്തിരുന്ന മോള്, ഇപ്പൊ ചേട്ടൻ പോയിട്ട് വരാം. അവളുടെ അധരങ്ങളെ ഒന്നമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. അപ്പോഴും അവൻ പറഞ്ഞിട്ട് പോയ വാക്കുകളിലും അവസാനം നൽകിയ ചുംബനത്തിലും കുരുങ്ങിക്കിടക്കുകയായിരുന്നു നിത.